ഹലോ യൂട്യൂബ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കയ്യിലിരിക്കുന്നത് ഒരു ലൈറ്റിംഗ് കിറ്റാണ്. നമ്മുടെ ബലനോയുടെ ഇൻറ്റീരിയറിൽ വെക്കാനുള്ളതാണ്. ബലനോയുടെ സീറ്റിനടിയിൽ വരുന്ന ഒരു ലൈറ്റിംഗ് കിറ്റാണ്. എന്തൊക്കെയാലും എക്സ്റ്റീരിയറായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഒരു മൂഡിന് വേണ്ടിയിട്ട് ഇൻറ്റീരിയറിൽ ലൈറ്റിംഗ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ കാണിച്ചു തരാം. ദെൻ ഇത് ഫിക്സ് ചെയ്യുന്നതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതൊരു ജസ്റ്റ് ഒരു ലെങ്തി ആയിട്ടൊരു പാക്കേജിലാണ് വന്നേക്കുന്നത്. നമുക്ക് തന്നെ ജസ്റ്റ് കീറിക്കളയാം. ഇതിൻ്റെ എമൗണ്ട് അബൌട്ട് 395 രൂപയ്ക്ക് ആയിട്ടാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇതൊരു ജനറിക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിന് വണ്ടിയുടെ വാറണ്ടി നഷ്ടപ്പെടുകയോ അല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്നതിനെ പറ്റിയൊക്കെ ഉപയോഗിച്ച് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ആമസോണിൽ വരുന്നതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു പീസാണ് എടുത്തത്, 395 രൂപ. അതായത് പല പീസുകൾ എല്ലാം സെയിം തന്നെ ആയിരിക്കും, പല വിലയിൽ വരുന്നതായിരിക്കാനാണ് സാധ്യത. 400 രൂപ, 450 രൂപ, 500 രൂപയുടെയൊക്കെ വരുന്നുണ്ട് പല ബ്രാൻഡ് നെയിംസിൽ. ഇതൊക്കെ വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ലെങ്തി ആയിട്ടുള്ളൊരു ബോക്സാണ്. ഓക്കെ, ഇതൊരു ജനറിക് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ബ്രാൻഡഡ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. നല്ലൊരു പാക്കേജിങ്ങിലാണ് ഇത് വന്നേക്കുന്നത്. ഓട്ടോമൊബൈൽ അറ്റ്മോസ്ഫിയറിക് ലാമ്പ്, ഇതിനകത്ത് സെലക്ട് സൈഡ് മ്യൂസിക്, വോയിസ് കൺട്രോളും കളർ ചേഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട്. മ്യൂസിക് സെൻസർ ഉണ്ട്, അത് ഉള്ള കാര്യം തന്നെ. 7 കളർ കൺട്രോൾ ഉണ്ട്, ഹൈ ക്വാളിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബ്രാൻഡ് നെയിം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ജനറിക്കാണ്, എന്നാൽ നല്ല ഒരു പാക്കേജിലാണ് ഈ സാധനം വന്നേക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ കളേഴ്സ് വരുന്നുണ്ടെന്ന്, ഗ്രീൻ വരുന്നുണ്ട്, വൈറ്റ്, റെഡ്, ബ്ലൂ, അതൊക്കെ വരുന്നുണ്ട്. അത് അത്രയും തന്നെയാണ് നമ്മുടെ ഈ പാക്കേജിൻ്റെ ഹൈലൈറ്റ് പറയണം. ഇതിൽ പറയുന്നുണ്ട് സേഫ് ആൻഡ് സ്റ്റേബിൾ ക്വാളിറ്റി എന്ന് പറയുന്നുണ്ട്, വാട്ടർ പ്രൂഫ് ആൻഡ് ആൻറ്റി ഏജിങ് പറയുന്നത്, ലോങ് യൂസേജ് ലൈഫും പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വരും. ഇതിൻ്റെ ലൈറ്റിംഗ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന ലൈറ്റിംഗ് നല്ല മൂഡുള്ളതാണ്. 2 റിമോട്ട് ഉണ്ടോയെന്ന് അറിയത്തില്ല, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഓക്കെ, ഈസി സിമ്പിൾ. ഓക്കെ, വേറെ അകത്ത് വേറെ ബെൽസ് ആൻഡ് വിസിൽസ് ഒന്നുമില്ല. ഓക്കെ, ഒറ്റ റിമോട്ടേ വരുന്നുള്ളൂ കേട്ടോ. ഒറ്റ സിമ്പിളായിട്ടുള്ള റിമോട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും കൂട്ടാനുമുള്ള ബട്ടൺ, പിന്നെ ഓരോ കളേഴ്സിനും കാറിനകത്ത് ഇട്ടേക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് ഈ ലൈറ്റ് ചേഞ്ച് ആവാനുള്ള കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് അതിനെപ്പറ്റി, ഇതിൻ്റെ ഡീറ്റെയിൽ വർക്കിങ്ങിനെ പറ്റി നമുക്ക് പറയാം. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു സാധനം. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. ഇത് ഡയറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റിലേക്ക് പോകുന്ന സപ്ലൈ ആണിത്. അതായത് നമ്മുടെ സിഗരറ്റ് ലൈറ്ററിലേക്ക് പോകും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സ്വിച്ച്. അതായത് നമ്മളിത് ബോക്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കണക്ട് ചെയ്ത് ഇത് ലൈറ്റ് ജസ്റ്റ് കണക്റ്റഡ് ആയി കഴിയുമ്പോൾ ഇതെപ്പോഴും റെഡ് ലൈറ്റ് കത്തിയേക്കും. ഇതാണ് നമ്മുടെ ലൈറ്റിംഗ് കിറ്റ്. ഒരു 4 എണ്ണം വരുന്നുണ്ട്. 2 എണ്ണം നമ്മുടെ ഫ്രണ്ട് സീറ്റ്സിൻ്റെ അടിയിൽ, ഫ്രണ്ട് സീറ്റ് അല്ല, ഫ്രണ്ട് ഡാഷിൻ്റെ അടിയിൽ 2 എണ്ണം വരും. പിന്നെ ബാക്കിലത്തേക്കുള്ള ഒരു ലൈറ്റിങ്ങിനായിട്ട് ഫ്രണ്ട് സീറ്റിൻ്റെ തന്നെ അടിയിലും വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതാണ് വൃത്തി. അപ്പോൾ അതിങ്ങനെ ഒരു 2-4 ലൈറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം LED സ്ട്രിപ്സ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഫ്ലെക്സിബിൾ ആണ്. ഇതിൽ ഇതാണ് പറയുന്നത്, ഇത് വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുന്നതില്ലേ, കാരണം ഇത് നോർമലായിട്ടുള്ള സ്ട്രിപ്പാണ്. അതിൻ്റെ സ്റ്റീറായിട്ടൊരു പ്ലാസ്റ്റിക് ലെയർ കോട്ടിങ് വന്നേക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇത് വണ്ടിയുടെ അണ്ടറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്വാളിറ്റി നന്നായിട്ട് കൊടുക്കുന്നത്. ഡ്യുവൽ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ ബാക്ക് സൈഡിൽ. എല്ലാത്തിൽ നിന്നും വരുന്ന ലൈറ്റ്സിൻ്റെ വരുന്ന വയേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല സ്റ്റേഡിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാ വയസ്സിനും നല്ല ലെങ്തിൽ തന്നെയാണ് വരുന്നത്, അതിൽ കുറയത്തില്ല. കാരണം ഇത് ജനറിക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് തോന്നുന്നു ഇതിന് 2 എണ്ണത്തിൻ്റെ നീളം കുറയും. ഇത് 2 എണ്ണത്തിനും നീളം കുറവുള്ള വയേഴ്സ്, അതായത് ഫ്രണ്ടിലത്തെ സാധനമായിരിക്കും, ബാക്കിലത്തെ 2 എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള നീളം കൂടുതലും. ഈ ബാക്കിലത്തതിന് മാക്സിമം ഒരു 1.5-2 മീറ്റർ വരും, അത്രേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എടുക്കട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കൺട്രോൾ, IR കൺട്രോൾ വരുന്നുണ്ട്. IR ഇൻഫ്രാറെഡ് കൺട്രോളർ വരുന്ന ഇതാണ്. അതായത് ഈ ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ ഡാഷിനകത്ത് ഈ മ്യൂസിക് IR കൺട്രോളർ വരും. അതിൽ നിന്ന് പുറത്തോട്ട് നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഈ ഒരു പാർട്ട്,
ഇത് IR ബ്ലാസ്റ്റർ അതിൻ്റെ കൺട്രോളറാണ്. കാരണം റിമോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് പുറത്തോട്ട് ഇരുന്ന് ഇതിനെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ആ റിമോട്ടിലെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. മ്യൂസിക് IR കൺട്രോളർ, ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് 12 volt DC, അതായത് നമ്മുടെ സെയിം ബാറ്ററി വോൾട്ടേജിലൊക്കെ വർക്ക് ചെയ്യും. ഔട്ട്പുട്ട് കറണ്ട് 2 ampere മാക്സ്. അപ്പോൾ അതാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാലും ഇതിനെ ഫിക്സ് ചെയ്യാൻ ശരിക്കും കുറച്ച് മെനക്കേടുണ്ട്. കാരണം ഞാൻ ബെലനോയിലാണ്, എൻ്റെ കാറിലാണ് വെക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഔട്ടറിലുള്ള കവേഴ്സ് എല്ലാം മാറ്റണമെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ ഒക്കെ നോക്കി ചെയ്യണം. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പിന്നെ അതിൻ്റെ പെർഫോമൻസും ഇത് വെക്കേണ്ട വർത്താണോ. കാരണം ഒരു കാറിലൊക്കെ ഒരു മോഡിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ് ഈ സാധനം. കാരണം അത്ര വർത്താണ്. ചെയ്തവരൊക്കെ നല്ല അഭിപ്രായം, വേറെ വീഡിയോസൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി ഞാൻ കണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം ഒരു ആംബിയൻ്റ് ആയിട്ടുള്ളൊരു മൂഡ് ലൈറ്റിംഗ് ഇത്ര ചീപ്പായിട്ടുള്ളൊരു കാറിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാര്യമല്ലേ, പ്രീമിയം കാറിൽ വരുന്നൊരു ഫീലല്ലേ. അപ്പോൾ ശരി, എന്തൊക്കെയാലും ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അസംബ്ലിയിൽ നിൽക്കുമായിരുന്നു. ഇത് ഇനി അറ്റാച്ച് ചെയ്യണം നമ്മുടെ വണ്ടിയിൽ. ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ വയറിങ് ഞാൻ പറഞ്ഞ പോലെ ഈ വയേഴ്സിൽ ഈ ഹെഡ് പാർട്ട് നമ്മൾ ആ മെയിൻ കണക്ടറുമായിട്ട് കണക്റ്റ് ആകും. അപ്പോൾ ഞാൻ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ. അപ്പോൾ ഇന്നൊരു പെർഫെക്റ്റ് ആയിട്ട് ഇത് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇവിടെ ഒരു പ്ലഗ് ഉള്ളത് ഞാൻ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓണാണ്, സംഭവം വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. ദെൻ നമുക്കൊരു പ്രോബ്ലം വരുന്ന ഈ സെൻസർ നമുക്ക് എവിടെയെങ്കിലും ഡാഷിൻ്റെ അവിടെ പുറത്തോട്ട് തള്ളിയിരിക്കണം, അതൊരു കാര്യം. ദെൻ ഇതിൽ നിന്ന് വരുന്ന 4 വയറുണ്ട്. 2 വയറിന് ലെങ്ത് കൂടുതലാണ്, ഞാൻ പറഞ്ഞ പോലെ 1.5 മീറ്റർ അടുപ്പിച്ച് വരും. ഒരെണ്ണം ഒരു 1 മീറ്റർ കഷ്ടിച്ച് വരത്തേ ഉള്ളൂ ഈ 2 എണ്ണം. അപ്പോൾ ലെങ്ത് കുറഞ്ഞതിൽ നിന്ന് 2 എണ്ണം 2 സൈഡിലോട്ടും വരും. ഇവിടെ ലെങ്ത് കൂടിയത്, അതായത് ഈ ബാക്കിലോട്ട് കിടക്കുന്ന വയർ ഒരെണ്ണം ഒരു സൈഡിലും മറ്റേ സൈഡിലോട്ടും വരുന്നുണ്ട്. ഇതിൽ തന്നെ ഇപ്പം ലെങ്ത് കൂടിയ ഒരെണ്ണം ബാക്കിലേക്ക് വേണ്ടി ഞാൻ വലിച്ചിട്ടുണ്ട്. ദെൻ ഞാൻ ഇതിലിപ്പം ഒരെണ്ണം ഞാൻ എടുത്ത് സെപ്പറേറ്റ് എടുത്തിട്ട് അപ്പുറം സൈഡിലേക്ക് ഇടും. അതാണ് പരിപാടി. അപ്പോൾ തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിന്ന് അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് റൂട്ട് ചെയ്ത് ഇവിടെ എന്തെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്ലെക്സിബിളായിട്ട് ഫ്രീ ആയിട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് അതിൽ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. ദെൻ ഞാനിപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ ഒരു ബോർഡിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതിനെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു മെനക്കെട്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ സൈഡിലത്തെ മാരുതിയുടെ സുസുക്കിയുടെ ഈ ഒരു സൈഡിലത്തെ ഭാഗം സുഖമായിട്ട് നമുക്ക് അടിയിൽ കൂടെ കയറ്റാവുന്നതേ ഉള്ളൂ. അതേപോലെ ഞാൻ ആ സൈഡിൽ നിന്ന് ചെയ്യും. ഏറ്റവും നമുക്ക് ടഫസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട് വരുന്ന ഈ ഒരു പാർട്ടിലാണ്. കാരണം ഇവിടെ ആണ് ഞാൻ ഈ മെയിൻ IR ആ ഒരു കൺട്രോളർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ ഇവിടെ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സാധനം ഇൻസ്റ്റാൾ ചെയ്തേക്കുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഓവർവ്യൂ കാണിച്ചു തരാം. നമ്മളെപ്പോഴും ഈ സിഗരറ്റ് ലൈറ്റർ ഓൺ ആക്കിയിരിക്കണം. സിഗരറ്റ് ലൈറ്ററിലോട്ട് കണക്ട് ചെയ്യുക. ജസ്റ്റ് ഈ ബട്ടൺ ഓൺ ഓഫ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഇത് ഊരുന്ന ഒരു മെനക്കേട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ദെൻ എപ്പോഴും ഇഗ്നീഷൻ ഓൺ ആയിരിക്കും. ഇപ്പം ഞാൻ ഇഗ്നീഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. കൺട്രോളർ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് ബാക്കിലത്തേക്കുള്ള ലൈറ്റ്സിന്, അതായത് സീറ്റ്സിൻ്റെ അടിയിലേക്കുള്ള ലൈറ്റ്സ് വരുന്നത് ഇതിലൂടെ സെറ്റ് ചെയ്യാം, ആ സൈഡിൽ കൂടെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ കാര്യം നടക്കത്തില്ല. കാരണം വയേഴ്സിന് ലെങ്ത് കുറവാണ്. ഇതിൻ്റെ അടിയിലുള്ളത് സെറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമുക്ക് ഡയറക്റ്റ് 3M ടേപ്പ് വെച്ച് കണക്ട് ചെയ്തതിന് ശേഷം ആ വയേഴ്സ് സൈഡിലോട്ട് ടക്കിൻ ചെയ്താൽ മതി. ഈ സൈഡിലേക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിലൂടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറിനെ വെച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഫ്രണ്ടിലത്തെ ആ സൈഡിലത്തെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ ബാക്കിലത്തേക്ക് 2ലേക്കുള്ള കണക്ഷൻ ഞാൻ ഇതിനകത്തൂടെയാണ് കൊടുത്തേക്കുന്നത്. ഗിയർ ബോക്സിൻ്റെ ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തൂടെയാണ് കൊടുത്തേക്കുന്നത്. ഇത് വലിയ ഇഷ്യൂ ഒന്നും വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഞാൻ ഇതിൻ്റെ ഇടയിലും സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ജസ്റ്റ് ടക്കിൻ ചെയ്തേക്കിട്ട് ബാക്കിലോട്ട് വന്നിട്ട് 2 സീറ്റിൻ്റെ അടിയിലേക്കും കുറച്ച് എക്സ്ട്രാ വയറിൻ്റെ ലെങ്ത് ഇടയിൽ വിട്ട്, കാരണം നമ്മൾ സീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു പ്രൊവിഷനും കൂടി ഇട്ടിട്ട് ഞാൻ അതങ്ങ് ചെയ്തേക്കുവാണ്. ആക്ച്വലി സീറ്റിൻ്റെ അടിയിൽ 3M ടേപ്പ് വെച്ച് ഞാൻ ഒട്ടിച്ചിട്ട് പോലുമില്ല. ജസ്റ്റ്
ഒരു 2 ബാൻഡുണ്ട്, ക്ലോത്ത് വെച്ചുള്ള എലാസ്റ്റിക് ബാൻഡ്. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ കൺട്രോളർ വെച്ചേക്കുന്ന ഈ ഒരു ഭാഗത്താണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു സെൻസർ ഇവിടെ ഔട്ട് നിൽക്കുന്നത്. ഞാൻ ചുമ്മാ ജസ്റ്റ് കൺട്രോളർ ടക്കിൻ ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. സുഖമായിട്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട്, നല്ല സ്ലോട്ട് സ്പേസും ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ വാഹനത്തിൽ അങ്ങനെ വേറെ ഒരു തലവേദനയൊന്നുമില്ല. എക്സ്ട്രാ നമുക്ക് വേറെ പരിപാടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റിമോട്ടിന് നല്ല റെസ്പോൺസ് ഉണ്ട്. എത്ര ഡിസ്റ്റൻസിൽ നിന്ന് വേണമെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. വണ്ടിയിലിരിക്കുമല്ലേ, അപ്പോൾ ഈ 2 വെച്ച് നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഓരോ ലൈറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് റെഡ്, പിന്നെ ബ്ലൂ, ഗ്രീൻ, ബ്ലൂ ദെൻ വൈറ്റ് കളർ, പിന്നെ ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, വലിയ വ്യത്യാസമില്ല ഓറഞ്ച് യെല്ലോ. പിന്നെ സിയാൻ കളർ, ദെൻ പർപ്പിൾ ഉണ്ട്. പർപ്പിൾ നല്ല ഫേവറേറ്റ് കളറാണ് കേട്ടോ. എന്താ അതിൽ നല്ലൊരു മൂഡ് കൊടുക്കുന്നുണ്ട് ആ ലൈറ്റിൽ. ഇവിടെ വെച്ചതിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്, കാരണം ഇവിടെ ഡയറക്റ്റ് LED താഴോട്ട് ഫേസ് ചെയ്തല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കുറവുണ്ട്. അതിൽ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ എന്തെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരിക, കമൻറ്റ് ചെയ്യുക. ദെൻ ബാക്കിലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല ലിറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദെൻ ഇതിൽ മെയിൻ വേറെ ഓപ്ഷൻസ് വരുന്നത് ജമ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ജമ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കളേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പല മോഡിൽ. ചിലത് നല്ല ഫ്ലൂയിഡിക് ആയിട്ടുള്ള മോഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അത് നല്ല രസമാണ്. എല്ലാ ലൈറ്റ്സും വരുന്നുണ്ട്. ദെൻ വരുന്ന ഈ മ്യൂസിക്കൽ ഓപ്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ മ്യൂസിക്കിനനുസരിച്ചാണ് ചേഞ്ച് ആവുന്നത്. ഞാൻ ജസ്റ്റ് ഒരു പാട്ട് വെച്ചേക്കാം. മിക്കവാറും ഞാൻ ഇത് മ്യൂട്ട് ചെയ്യും, കാരണം വേറെ എന്തെങ്കിലും കോപ്പി റൈറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേട്ടോ, പാട്ട് വെച്ചപ്പോൾ പാട്ടിനനുസരിച്ച് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇപ്പം ഈ മ്യൂസിക്കിൻ്റെ വേറൊരു മോഡ് കൊടുക്കുമ്പോൾ വേറൊരു രീതിയിൽ ലൈറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും ചെറിയൊരു കൺട്രോളർ ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്, ഇത് കാണിച്ചത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. ഒരു ലൈറ്റ് ഇടുക, ദെൻ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും ഡെൻസിറ്റി കൂട്ടാനും പറ്റും. ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ 100% ഞാൻ ഈ സാധനം റെക്കമെൻഡ് ചെയ്യും. കാരണം ഇപ്പോൾ MBD എക്സ്റ്റീരിയർ മോഡിഫിക്കേഷനൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ എന്തൊക്കെയാലും നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങളിത് ട്രൈ ചെയ്യുക. കാരണം നമുക്കൊരു ആവറേജ് വാഹനമൊക്കെ നല്ലൊരു അകത്തൊരു ഇൻറ്റീരിയർ ലൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആംബിയൻ ലൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ. ദെൻ എന്തൊക്കെയാലും വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആർക്കെങ്കിലും ഉപയോഗം വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, കാരണം ഇത്രയും കാര്യങ്ങൾ റൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പലവരും കുറേ ടൈം എടുക്കുന്നുണ്ട്. ഞാനാണെങ്കിലും ഇത് ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു. കാരണം ആദ്യം ഇതിലൂടെ റൂട്ട് ചെയ്തു, അത് മാറ്റി ഞാൻ ഇതിലൂടെ റൂട്ട് ചെയ്ത് ഇപ്പോൾ എല്ലാം ഓക്കെ ആണ്. ഇനി ഒരു കാര്യം മിസ്സിംഗ് ആയിട്ടുള്ളത്, അവിടുത്തെ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, താഴോട്ട് ഫേസ് ചെയ്യുന്ന രീതി. കാരണം ഇപ്പോൾ ലൈറ്റ് മുകളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ആൻഡ് സീ യു ഗൈസ് next video.